കാലടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ടനകം ജനകീയ ആരോഗ്യ കേന്ദ്രവും എടപ്പാൾ നഴ്സിംഗ് കോളേജും സംയുക്തമായി ലോക ക്ഷയരോഗ ദിന പരിപാടി നടത്തി. കണ്ടനകം കോലത്രകുന്നിൽ പ്രവർത്തിക്കുന്ന എടപ്പാൾ നഴ്സിംഗ് കോളേജിലാണ് പരിപാടി നടന്നത്. കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയാസി പരിപാടിയിൽ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ തുറയാറ്റിൽ, അൽഫോൺസ മാത്യു എന്നിവർ പരിപാടിയിൽ ആശംസകൾ നേർന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജു RP ക്ഷയരോഗത്തെക്കുറിച്ച്, അത് സമൂഹത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നഴ്സിംഗ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ മായ മോഹൻ പരിപാടിയിൽ നന്ദി പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ നേതൃത്വത്തിൽ ക്ഷയരോഗമുക്ത സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഫ്ലാഷ് മോബ് അരങ്ങേറി. ക്ഷയരോഗ മരണങ്ങൾ കൂടി വരുന്നത് കൊണ്ടും സുസ്ഥിര വികസന ലക്ഷ്യം 2030 ആവുമ്പോഴേക്കും ക്ഷയരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ 100 ദിന കർമ്മ പരിപാടിക്ക് ഡിസംബർ 7 തുടക്കം കുറിച്ചിരുന്നു. അതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗത്തായി ക്ഷയരോഗ ബോധവൽക്കരണ ക്ലാസും കഫപരിശോധനയും ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ക്ഷയരോഗമുക്ത കാലടി എന്നൊരു പരിപാടിയും നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ക്ഷയരോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളായ 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, കഫക്കെട്ട്, രാത്രികാലങ്ങളിൽ വിട്ടുള്ള പനി, ശരീരത്തിന്റെ ഭാരം കുറയൽ, നെഞ്ചുവേദന, അമിതമായ ക്ഷീണം, കഫത്തിൽ രക്തത്തിന്റെ അംശം കാണുക എന്നീ ഏത് ലക്ഷണമുള്ളവർ എല്ലാവരും സൗജന്യമായുള്ള ഈ കഫപരിശോധനയ്ക്ക് വിധേയമാകണമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. മറ്റ് അധ്യാപകർ, ആശാപ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. NCV ന്യൂസ്, തവനൂർ.